കെജ്രിവാളിന്റെ ഫോൺ വിവരങ്ങൾ ലഭ്യമാക്കാൻ ആപ്പിളിന്റെ സഹായം തേടുകയാണ് ഇഡി. കെജ്രിവാൾ പാസ്വേഡ് നൽകാൻ തയ്യാറാവാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു നടപടി. അറസ്റ്റിലാകുന്നതിന് തൊട്ടുമുൻപ് കെജ്രിവാളിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. അനൂപ് ദാസ് വിവരങ്ങൾ നൽകും. അനൂപ്, ഈ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് തന്ത്രമാണ് ആപ്പ് പയറ്റാൻ പോകുന്നത്, ആം ആദ്മി പാർട്ടി പയറ്റാൻ പോകുന്നത്? അതൊക്കെ ചോർത്തിയെടുക്കാനെന്നുള്ള ആരോപണമാണ് ആം ആദ്മി പാർട്ടി ഒന്നടങ്കം ഉന്നയിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇഡിയുടെ നീക്കം? എങ്ങനെയാണ്? അക്ഷയ, ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, ഒരു മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ്. അതായത് നേരത്തെ തന്നെ മാപ്പുസാക്ഷിയാക്കിയ ഒരാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്ന ആരോപണം ഇന്ത്യ സഖ്യ നേതാക്കളും ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളും നേരത്തെ തന്നെ പറയുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇഡി നടത്തുന്ന ഇടപെടലുകളെന്നും ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നു. ഇതിൽ മൊബൈൽ ഫോണ് അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുൻപാണ് അരവിന്ദ് കെജ്രിവാൾ ഓഫ് ചെയ്തത്. ആം ആദ്മി പാർട്ടി പറയുന്ന കാര്യം, ഈ മൊബൈൽ ഫോണിൽ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ സർവേ റിപ്പോർട്ടുകളുണ്ട്, ഒപ്പം തന്നെ നേതാക്കളുമായി സംസാരിച്ചതിൻ്റെ വിവരങ്ങളുണ്ട്. ആ സാധനങ്ങളെല്ലാം ചോർത്തിയെടുത്ത് അത് BJPക്ക് കൈമാറാനാണ് ഇഡിയുടെ ശ്രമം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ തന്ത്രങ്ങൾ ചോർത്തിയെടുക്കാനാണ് ശ്രമമെന്ന് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നു. അതേസമയം ഇഡി പറയുന്ന കാര്യം, ഈ മൊബൈൽ ഫോൺ വഴി നേതാക്കൾക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ കെജ്രിവാൾ നൽകിയിട്ടുണ്ട്. ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായക വിവരങ്ങൾ ഫോണിൽ ഉണ്ടാവാനിടയുണ്ട്. അതുകൊണ്ടാണ് അതിൽ വിവരങ്ങൾ ആവശ്യമുള്ളത് എന്ന് പറയുന്നുണ്ട് ഇഡി. അതുകൊണ്ടാണ് ആപ്പിളിന്റെ സഹായത്തോടു കൂടി പാസ്വേഡ് ഇല്ലാതെ എങ്ങനെയാണ് ഈ മൊബൈലിന്റെ ആക്സസ് ലഭിക്കുക എന്ന് ഇഡി ആലോചിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ആപ്പിൾ ഔദ്യോഗികമായ ഒരു മറുപടി ഇതിന് നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആപ്പിളിന്റെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവായിട്ടുള്ള നടപടി ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം, അതായത് ഇഡിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ? ഒന്നാമത്തെ കാര്യം, ആപ്പിള് അത് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾക്ക്, ഉപഭോക്താവിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ് അതിൻ്റെ പ്രൈവസിയാണ്. ആ പ്രൈവസിയെ മറികടന്ന്, ആ പ്രൈവസി ഒരാളെ സംബന്ധിച്ച്, ഞാനാണ് മൊബൈൽ ഫോൺ ആപ്പിളിൻ്റെ ഐഫോൺ വാങ്ങി ഉപയോഗിക്കുന്നതെങ്കിൽ എനിക്ക് ആപ്പിൾ ഒരു ഉറപ്പ് നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രൈവസി സുരക്ഷിതമാണ്, ഞങ്ങളത് ആർക്കും കൈമാറില്ല എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അയാൾക്കും അതേ നിലയിലുള്ള പ്രൈവസി കാത്തു സൂക്ഷിക്കാനുള്ള അവകാശവും കമ്പനി നൽകുന്നുണ്ട്. ആ ആഗോളതരത്തിലുള്ള അങ്ങനെ ഒരു നയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കമ്പനി എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു അന്വേഷണ ഏജൻസിക്ക് പാസ്വേഡ് ഇല്ലാതെ അത് ആക്സസ് ചെയ്യാനുള്ള അനുമതി നൽകുക എന്നതാണ് വിഷയം. ഇന്ത്യയിലെ നിയമങ്ങൾ അത് അനുശാസിക്കുന്നുണ്ട്, IT നിയമമൊക്കെ ഉണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇഡി സമീപിച്ചിരിക്കുന്നത്. ആ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ആപ്പിൾ. അതുകൊണ്ട് ഒരു പക്ഷേ അവർ നൽകാൻ നിർബന്ധിതമായേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ കൃത്യമായി നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ എന്ത് നിശ്ചയിക്കാൻ ആപ്പിളിന് ബാധ്യസ്ഥതയുണ്ടെന്ന കാര്യത്തിൽ പൂർണ്ണമായ വിവരം എനിക്കില്ല. അതൊരു നിയമവിദഗ്ധരുമായി കൂടി ആലോചിക്കേണ്ടി വരും. പക്ഷേ എന്തായാലും ഇന്ത്യയിലെ നിയമമൊക്കെ അനുസരിച്ച് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനി എന്നുള്ള നിലയിൽ ആപ്പിൾ അത് നൽകാൻ ബാധ്യസ്ഥരായിരിക്കും എന്നാണ് കരുതുന്ന കാര്യം.